രാജാക്കാട് മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജാക്കാട് കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി പടിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. രാജാക്കാട് മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക, കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കാനം CHC പടിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 40 വർഷം മുമ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തുടങ്ങിയ ആതുരാലയത്തിൽ നാളിതുവരെയായിട്ടും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തിയിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാനം വരെ ഇടതുപക്ഷം ഭരണം നടത്തുമ്പോൾ 6 പഞ്ചായത്തുകൾക്ക് ചികിത്സാ സഹായം ലഭ്യമാകേണ്ട ആശുപത്രിക്കെതിരെയുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ ധർണ മുല്ലക്കാനം ടൗണിൽ നിന്നും ആരംഭിച്ചു. ആശുപത്രി കവാടത്തിൽ ധർണയെ പോലീസ് തടഞ്ഞു. ചേട്ടാ ഫ്രണ്ട് വരല്ലേ നിങ്ങളറിഞ്ഞോ എമ്മണി മുല്ലക്കാനം ചൗധരി അവസ്ഥ അറിഞ്ഞോ എമ്മം. തുടർന്ന് മുല്ലക്കാനം ടൗണിൽ വെച്ച് നടത്തിയ ധർണ KPCC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പിന്നെ എങ്ങനെയാ ഇവിടെ നിന്നുപോയത്? 5 പഞ്ചായത്തിന് വേണ്ടിയുള്ള CHC ആയത്. മാസപ്പ അലോട്ട്മെന്റ് കിട്ടിക്കഴിയുമ്പോ എന്താ പറയുക? ഡോക്ടർമാർ പറയുന്നത് എന്താ? ഡോക്ടർമാർ പറയുന്നത് ഒരു മാസത്തെ അലോട്ട്മെന്റ് 5 പഞ്ചായത്തിലെ രോഗികൾക്ക് തരുന്നുണ്ട്. അത് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മരുന്ന് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് അലോട്ട്മെന്റ് വർദ്ധിപ്പിക്കുന്നില്ല. ആരോ ഉത്തരവാദി? ഇതല്ല ജനങ്ങളാണോ? രോഗികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മരുന്നിന്റെ അലോട്ട്മെന്റ് വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുള്ള. ആരാ ഗവൺമെന്റ് ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ്. ഐക്യ ജനാധിപത്യ മുന്നണി അല്ലല്ലോ. പിണറായി വിജയൻ ഭരിക്കപ്പോ 8 വർഷമായല്ലോ. 8 വർഷക്കാർക്ക് പിന്നിട്ടില്ലേ? ഈ ആശുപത്രി ഇവിടെ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ ഈ പഞ്ചായത്തിന് മാത്രമല്ല, ഈ 3-5 പഞ്ചായത്തിൽ കിടക്കുന്ന പാവപ്പെട്ട രോഗികളുടെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. ഈ നാടിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലാണ് ഈ ആശുപത്രി. പക്ഷെ ഈ ആശുപത്രിയുടെ ഓരോ ദിവസവും ഈ ആശുപത്രിയുടെ മരണമണിയാണ് ഈ ഗവൺമെന്റ് മുടക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ നാടിനോട് കടപ്പാടുണ്ട്, ഈ നാട്ടിലെ ജനങ്ങളോട് കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സമര രംഗത്ത് കടന്നു വരുന്നത്. UDF ചെയർമാൻ CB കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ ജോഷി കന്യാകുടി സ്വാഗതം പറഞ്ഞു. UDF ഭാരവാഹികളായ MB ജോസ്, ജമാൽ ഇടശ്ശേരിക്കുടി, ജോസ് ചിറ്റഴി, KS ശിവൻ, OS ജോസഫ്, സുധീർ കോട്ടക്കുടി, ഷാജി അമ്പാട്ട്, കിങ്ങിണി രാജേന്ദ്രൻ, പുഷ്പലത സോമൻ, ബെന്നി പാലക്കാട്ട്, വിൻസു തോമസ്, TK സുജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, രാജാക്കാട്. ഹലോ, നീ എവിടെയാ? വൈകിട്ട് കുഞ്ഞിനെ കാണാൻ പോകേണ്ടതല്ലേ? ഗിഫ്റ്റ് മേടിച്ചോ? മോനെ ഈ വെള്ളം ഒന്ന് കുടിച്ചേ. വെള്ളം കുടിക്കും മോനെ. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Court Junction, Nedunkandam.